ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പൗലോ കോലോ ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ സാക്ഷാത്കരിക്കാൻ തക്ക വണ്ണം ഉള്ള ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ലക്ഷ്യം ഉണ്ടായാൽ മതിയോ? ഇല്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ സ്മാർട്ടായിരിക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ. അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായാൽ പോരാ, എന്താണ് ലക്ഷ്യം എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടെ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് നന്നായി സംസാരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ പോരാ. എന്തായിരിക്കണം എൻ്റെ ലക്ഷ്യം? എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആവണം എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ലക്ഷ്യം മെഷറബിൾ ആയിരിക്കണം. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ അത് തീരുന്നതായിരിക്കണം. പിന്നെ നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതായത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കണം. റിസ്കുകൾ എടുക്കാം, അത് വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇപ്പോൾ 2 വർഷം കൊണ്ട് എനിക്ക് പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഇല്ല. അപ്പോൾ എനിക്ക് സാധിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതുപോലെ നമ്മളൊരു ലക്ഷ്യം വെക്കുമ്പോൾ അതിനൊരു ഡെഡ് ലൈൻ വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. 2 വർഷത്തിനുള്ളിൽ നേടണം, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നേടണം, ഒരാഴ്ചക്കുള്ളിൽ നേടണം. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിന് എപ്പോഴും ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, സ്മാർട്ടായിട്ടുള്ള ഗോളുകൾ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം.